നമസ്കാരം, ഡോക്ടർ ആൽഫിനിയാണ്. ഇന്നത്തെ ഈ വീഡിയോ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി ഇവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്താലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഇവിടെയില്ല. ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചികിത്സയോട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ സംഗതി, നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്നത് പോലെയുള്ള ഒരു ഫാൻസി ട്രീറ്റ്മെന്റ് ഒന്നും നിങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കരുത്. അതല്ല നമ്മുടെ ട്രീറ്റ്മെന്റ്. ഫാൻസി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലും തൈറോയ്ഡ് രോഗികളാണല്ലോ നമ്മളെ വിളിക്കുന്ന എൻക്വയറിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഓട്ടോഇമ്യൂൺ കണ്ടീഷനാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് തൈറോയിഡിന്റെ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ആണ്. പ്രത്യേകിച്ച് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നതും എൻക്വയറീസ് വരുന്നതും. അപ്പൊ പൊതുവെ ഇതിനും എന്താണ് ചികിത്സ ലഭ്യമായിരിക്കുന്നത്? കുറേ വിറ്റമിൻ സപ്ലിമെന്റ്സ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് മില്ലറ്റ്സിന്റെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊന്നും അല്ല നമ്മുടെ ചികിത്സാ രീതി. നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമുക്ക് ശാന്തമാക്കി എടുക്കണം. രണ്ടാമതായിട്ട്, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കാതിരുന്ന ഒരു അവയവത്തെ പ്രവർത്തിപ്പിച്ചെടുക്കണം. നിങ്ങൾ ചിലപ്പം 15 വർഷമോ 20 വർഷമോ 30 വർഷമോ ഒക്കെ മരുന്ന് കഴിച്ച് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും വർഷം അന്ന് തുടക്കത്തിൽ എന്തുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം വന്നു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഒരു സുപ്രഭാതത്തിൽ വർക്ക് ചെയ്യാതായത്? ആ ഒരു കാരണത്തെ നമ്മൾ ഇത്രയും വർഷം ഗവനിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ ഇത്രയും അധികം വർഷം പ്രവർത്തിപ്പിക്കാതിരിക്കുകയും അതോടൊപ്പം മരുന്ന് കൊടുത്ത് സപ്ലിമെന്റ് കൊടുത്ത് വീണ്ടും മടി പിടിപ്പിക്കുകയും ചെയ്ത ഒരു അവയവത്തെ പ്രവർത്തിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പപ്പണിയാണോ? ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഫാൻസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ അതൊന്ന് മനസ്സിൽ പിടിക്കുക. വളരെ കൃത്യം. ഒന്നാമത്തെ സംഗതി, ആഹാരത്തിലുള്ള നിയന്ത്രണങ്ങൾ. അത് നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസും മറ്റനുബന്ധ അസുഖങ്ങളും ഒക്കെ അനുസരിച്ച് പഥ്യം കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. രണ്ടാമത്തെ സംഗതി, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്. ചില കേസുകളിൽ ആഴ്ചയിൽ വരേണ്ടി വരും, ചില കേസുകളിൽ 2 ആഴ്ച കൂടുമ്പോൾ വരേണ്ടി വരും. ഈ ഫോളോ അപ്പ് കൃത്യമായിട്ട് വരണം. കാരണം അതനുസരിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ഡോസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ആഹാരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇതൊക്കെ നിങ്ങളെ കണ്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആളുകൾ ഓൺലൈൻ ട്രീറ്റ്മെന്റ് ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുകയും അവർ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, എനിക്ക് സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ചികിത്സ പോസിബിൾ അല്ല. അല്ലെങ്കിൽ തന്നെ ഓൺലൈൻ ചികിത്സ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ്. എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റും? അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ പിടിക്കുക. അതുകൊണ്ട് ഈ ഓൺലൈൻ ഫോണിൽ കൂടെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ലോകത്തെല്ലാവരും ഓൺലൈൻ ട്രീറ്റ്മെന്റ് തരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താണ്? ചിലപ്പം ചില ആളുകൾക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്ന് ഓർക്കണം. അതിനെ ഒന്ന് ട്രീറ്റ്മെന്റ് നേരെയാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോടെ നിങ്ങൾ ഈ ട്രീറ്റ്മെന്റിനെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ. ഇനി മറ്റൊരു സംഗതി, നിങ്ങൾ വിളിക്കുന്നത്, ഫോൺ വിളിക്കുമ്പോൾ എടുക്കാനായിട്ട് ഇവിടെ ഒരു കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ്സിനൊന്നും വരുത്തിയിട്ടില്ല. ഡോക്ടേഴ്സ് ആണ് നിങ്ങളുടെ ഫോണിൽ അറ്റൻഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് തന്നെ എടുക്കുന്നത്? കാരണം നിങ്ങളെ വിളിക്കുമ്പോൾ അതൊരു സ്ക്രീനിങ് കൺസൾട്ടേഷൻ പോലെയാണ്. ശരിക്കും നിങ്ങൾക്ക് നമ്മുടെ ചികിത്സ ആവശ്യമുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളെയും മനസ്സിലാക്കി തരും, അതുപോലെ ഞങ്ങൾക്കും മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഒരു സ്ക്രീനിങ് കൺസൾട്ടേഷൻ തന്നെയാണ് നിങ്ങളുടെ ഈ ഓരോ ഫോൺ വിളിയും. അപ്പൊ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ പിടിക്കുക. നമ്മുടെ മനുഷ്യനാണ്, 100 200 ഒന്നുമല്ല കോളുകൾ ഒരു ദിവസം വരുന്നത്. അത്രയും കോളുകൾ അറ്റൻഡ് ചെയ്യണം. അതുകൂടാതെ ഇവിടെ വരുന്ന പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യണം, അവരുടെ ഫോളോ അപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടേ? അപ്പൊ ചിലപ്പോൾ ഒരു തവണ വിളിച്ചാൽ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ 1 2 തവണ നിങ്ങൾ ട്രൈ ചെയ്യുക. വിളിക്കുന്ന സമയത്തിന്റെ കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി 11 മണിക്ക് വീഡിയോ കണ്ടിട്ട് എപ്പം തന്നെ വിളിച്ചേക്കാന്ന് പറഞ്ഞ് 11 മണിക്ക് വിളിക്കുന്നവരുണ്ട്, 5 മണിക്ക് വിളിക്കുന്നവരുണ്ട്. ഒരു മാനുഷിക പരിഗണന തരുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഒരു 8 മണിക്കും, രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയുള്ള ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ വിളിച്ചു. ഇനി ചില ആളുകൾ ഹായ് അയക്കുന്നുണ്ട്. ദയവേദി അയക്കുന്ന ഹായ്ക്കൊന്നും മെസ്സേജ് അയക്കാനായിട്ട് റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് പറഞ്ഞു, ഞാൻ 2 തവണ ഹായ് അയച്ചു, എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പൊ ഒരുപാട് ഹായ് മെസ്സേജസുകൾ, ഹലോ മെസ്സേജസ്, ഹായ് ഡോക്ടറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹായ് അയച്ച എല്ലാവർക്കും ഇപ്പം ഞാനൊരു ഹായ് തരാം, അതേ എനിക്കത് നിർത്തിയുള്ളൂ. എല്ലാത്തിനും അങ്ങനെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ, അങ്ങ് അഹങ്കാരമല്ലേ, വേറെ ഡോക്ടർ ഇല്ലേ? അതൊന്നും അല്ല. ശരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ
നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ വിളിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അതുമൂലം ഇനിയിപ്പം മറ്റൊരാളുടെ ഒരു അവസരം കൂടിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, അല്ലെ? ഒരാവശ്യമില്ലാണ്ട് വെറുതെ കുറച്ചു നേരം സംസാരിക്കാനായിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരിക. ഒപ്പീനിയൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഫോൺ കൂടെ കിട്ടിക്കോളും. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർ അതനുസരിച്ചിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു തരും. അവർ പറഞ്ഞു തരുന്ന അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സമയം നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. ഓൾറെഡി 2-3 മാസത്തേക്കുള്ള അപ്പോയിന്റ്മെന്റുകളെല്ലാം എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും ഫില്ലായിട്ടുണ്ട്. അപ്പം പോസിബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് തരും. അത് കൂടുതൽ നമുക്ക് തരാൻ ഒരു ലിമിറ്റഡ് നമ്പറല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം കൺസൾട്ട് ചെയ്യാൻ. ആ കൺസൾട്ടേഷൻ തന്നെ കുറച്ചധികം സമയം എടുക്കും നമുക്ക്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇനീഷ്യൽ കൺസൾട്ടേഷൻ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴും നിങ്ങൾ ക്ഷമ കാണിക്കണം. കാരണം ഫ്രഷ് ആയിട്ടുള്ള ഒരു കേസും അല്ല വരുന്നത്. നിങ്ങൾ ഇത്രയും വർഷം പല പല ചികിത്സകൾ ചെയ്ത് പല പല ഡാമേജസ് ശരീരത്തിൽ ഉണ്ടാക്കി വെച്ച് മറ്റു ഒരുപാട് അനുബന്ധ പ്രശ്നങ്ങളൊക്കെ ആയിട്ടല്ലേ വരണേ. ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കാത്തതും ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്യാനായിട്ട് റെഡി ആവുന്നതും. ഓർത്ത് നോക്കിയാൽ ഞാനൊരു ലേഡി ആയിട്ടും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് തിരുവനന്തപുരത്തുള്ള ഒരു പേഷ്യന്റ് കോട്ടയത്ത് വരുന്നതിലും കൂടുതൽ ദൂരം എനിക്ക് ട്രാവൽ ചെയ്യണം ഞാൻ കോട്ടയത്ത് എത്തണമെങ്കിൽ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ സ്ഥലങ്ങളിൽ നിങ്ങളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് തന്നെ കാണിക്കുന്ന ഈ ഒരു ചികിത്സ നമ്മൾ നേരിട്ട് കണ്ട് ചെയ്താൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ എന്നല്ലേ. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. ഇനി മറ്റൊരു സംഗതി, ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ആയുർവേദത്തിൽ അത്ര വിശ്വാസമൊന്നുമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ആയുർവേദം തീരെ താല്പര്യമില്ല, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാവോ? എനിക്ക് ആഗ്രഹമുണ്ട് അവരിതിന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന്. പക്ഷെ എനിക്ക് ദയവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ളൊരു സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് വെയിറ്റ് ചെയ്യുക. കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് കഴിയുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും മറ്റൊരു രീതിയിൽ ചികിത്സിക്കണം. കാരണം അങ്ങനെയുള്ളവര് ആ രീതിയിൽ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ എത്ര വട്ടം പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. കാരണം അവരുടെ മനസ്സിൽ ഒരുപക്ഷെ പണ്ട് ഏതെങ്കിലും ആയുർവേദത്തിൽ പോയിട്ടുണ്ടായ തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയ ഇതൊക്കെ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിൽ കൂടി ഇരുന്ന് ആയുർവേദത്തെ പറ്റി ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായ ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. അത് അവരുടെ മനസ്സിൽ വേര് പിടിച്ചു. അതിനെ പറിച്ചു കളയാന്നുള്ളത് പോസിബിൾ അല്ല, അത് എളുപ്പമല്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്ര അഡമന്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ നിങ്ങൾ തന്നെ റെഡി ആയിട്ടുള്ളവരായിരിക്കണം. പക്ഷെ വീട്ടുകാരുടെ സഹകരണം ഇല്ലാതെ നമ്മുടെ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് എളുപ്പമല്ല. കാരണം അവരും കൂടി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിന്നാൽ മാത്രമേ ഇതുകൊണ്ടുള്ള പൂർണ്ണ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ 2-3 തവണ പ്ലാൻ ചെയ്തു അതായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷെ പിന്നെയും ഞാൻ മടിച്ചു നിന്നു. പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഇപ്പം തയ്യാറായതിന്റെ കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്ന് എനിക്ക് ശരിക്കും ആഗ്രഹം തോന്നിയതുകൊണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടെ ചെയ്തു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോഴേ നിങ്ങൾ വായോ വന്നിട്ട് ഇവിടെ വന്ന് ഡോക്ടറോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ എഴുതി മേടിച്ചുകൊണ്ട് പോയി കൺസൾട്ടേഷൻ ഫീസും മേടിക്കാം. അത് ചെയ്യാത്തത് തന്നെ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് നിങ്ങളുടെ ഒരു യാത്രയും സമയവും കാര്യങ്ങളും എല്ലാം വെറുതെ മെനക്കെടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ശരിക്കും അത്യാവശ്യമുള്ള ആളുകളെ സഹായിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആവശ്യത്തിലധികം അത്യാവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ വെറുതെ 1-2 ആഴ്ച പോയി ട്രൈ ചെയ്ത് നോക്കാം, അവിടെ എന്താ നടക്കണേ എന്നൊക്കെ അറിയാം എന്ന് കരുതി നിങ്ങൾ വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആവശ്യമുള്ള ഒരാളുടെ ഊഴം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ ഇപ്പോഴും ടെസ്റ്റ് ഒക്കെ ചെയ്ത് മേടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുണ്ടോ? അതും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? എന്നെ കൊണ്ട് പോയാൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ റെഡിയാണോ? എൻ്റെ വീട്ടുകാരുടെ സഹകരണം ഉണ്ടോ? എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും സഹായിക്കണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇല്ലെങ്കിൽ ഈ ഒരു യാത്ര സുഗമമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ദയവേത് നിങ്ങൾക്ക് ഇത് കേട്ട് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമന്റുകളോ ഒന്നും ദയവേത് ഇതിന്റെ അടിയിൽ ഇടരുത്. നിങ്ങളോട് ശരിക്കും കരുതൽ സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്.